മീഡിയ വണ്ണല്ലേ, കോടതിയല്ല, ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്യും. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ഇതറിയില്ലേ? അവരുടെ സർക്കാർ തന്നെയല്ലേ 2018 ഇവിടം ഭരിച്ചുകൊണ്ടിരുന്നത്. അതേ വിധിക്കെതിരെയല്ലേ ഈ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്നത്. കോടതിയെപ്പറ്റി വാനോളം സംസാരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ എന്താ ഇപ്പോൾ മറന്നുപോയി? അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി, അതായത് അയ്യപ്പൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിരിക്കും. പക്ഷേ മുസ്ലിം ലീഗും കോൺഗ്രസും അവരിതിനെ മുതലെടുക്കുകയാണ്, വർഗീയമായിട്ട് തിരിക്കുകയാണ് നിരന്തരമായിട്ട്. ഈ സ്കൂൾ അധികൃതരുടെ വസ്ത്രത്തെപ്പറ്റി പറഞ്ഞ് ആക്ഷേപിക്കുകയാണ്. അതാണ് ഞാൻ ചോദിച്ചത്. സാരി ഉടുത്ത ടീച്ചറിന് ഒരു കുട്ടിയോട് നീ യൂണിഫോം ധരിക്കണം എന്ന് പറയാൻ അവകാശമില്ലേ? അപ്പോൾ ഈ കുട്ടിക്ക് ചോദിക്കാവോ, ടീച്ചർ ധരിച്ചിരിക്കുന്നത് സാരിയല്ലേ, അതുകൊണ്ട് ഞാനും സാരി ധരിച്ചു വരും എന്നുള്ള ശ്രമം. അതുകൊണ്ട് ഈ രണ്ട് മുന്നണികളും ഈ കേരളീയ സമൂഹത്തെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ തമ്മിലടിപ്പിക്കാനുള്ള ശ്രമത്തെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വോട്ടുപിടുത്തം അവസാനിപ്പിക്കണം. കേരളത്തിൽ 50 ലക്ഷം കുട്ടികളുണ്ട്. ഒരു വിഷയമാണ് വന്നത്, ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, കോടതി വിധിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. താങ്കളുടെ പ്രതികരണം മുസ്ലിം ലീഗ് നേതാക്കൾ നടത്തിയിട്ടുള്ള പ്രതികരണത്തോടെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അവർ ഭീകരവാദ നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹിജാബ് ധരിക്കുന്നു എന്ന് പറയുന്നത് ഒരു ഭീകരവാദം എന്നാണ്? അതല്ലല്ലോ ഞാൻ പറഞ്ഞത്. അവർ പറഞ്ഞത് സ്കൂൾ അധികൃതരുടെ വസ്ത്രത്തെ പറ്റിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അത് തീർച്ചയായിട്ടും ഈ ഹൈക്കോടതി വിധി പറയുന്നതനുസരിച്ച് ഈ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്താനുള്ള അവകാശത്തിനെ അപമാനിക്കലാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇവരിപ്പോൾ പറഞ്ഞ് പ്രധാനമായും കുഞ്ഞാലിക്കുട്ടിയുടെ ആ വീഡിയോയിലും ഫോക്കസ് ചെയ്തിരിക്കുന്ന ആ കുട്ടി പുറത്തേക്ക് പോകാനുണ്ടായ ഒരു സാഹചര്യം, അതിൽ വിഷമം പങ്കുവെക്കുകയാണ്. അല്ല, അത് ഈ കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ, അതല്ലേ അവസാനം പറഞ്ഞത്. ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ചോദിക്കുകയാണ്, കൊടുക്കണം. കോടതി പറഞ്ഞിരിക്കുന്നതാണ്. അത് കോടതി പറയുന്നതിനപ്പുറത്തേക്ക് എനിക്ക് പറയാൻ പറ്റില്ല. മാത്രമല്ല, ഡ്രസ് കോഡ് അംഗീകരിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് അവിടെ പഠിക്കാം. കോടതി പറഞ്ഞ കാര്യമാണ്, എൻ്റെ നിന്ന് ഞാൻ കൈയിട്ടതല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അകത്തെല്ലാം ഉണ്ട്. എല്ലാവരും ഈ വിധി വായിച്ചു നോക്കട്ടെ. 2008 ഡിസംബർ മാസം 4-ാം തീയതിയിലെ വിധിയാണ്. ആർട്ടിക്കിൾ 19 അനുസരിച്ചുള്ള അവകാശങ്ങളെ ആക്ഷേപിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് കാലം മുമ്പ് നമ്മുടെ നാട്ടിൽ ഇതുപോലെ തന്നെ കഴിഞ്ഞ എത്രയോ കാലമായി കുട്ടികളൊക്കെ തന്നെ ഇതുപോലെ ഹിജാബും മറ്റേ ശിരോവസ്ത്രമൊക്കെ ധരിച്ച് സ്കൂളിലേക്ക് വരുന്നുണ്ട്. അതല്ല ഇത് പറഞ്ഞിരിക്കുന്നത് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് റൈറ്റ് ഉണ്ടെന്നാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അതായത് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ റൈറ്റ് ആർട്ടിക്കിൾ 19 അനുസരിച്ചാണ്. അതുപോലെ തന്നെ ഡ്രസ്സ് ധരിക്കുന്നതിനുള്ള റൈറ്റുമുണ്ട്. അതിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അത് ക്ലിയർ ആയിട്ട് പറയണമെങ്കിൽ മന്ത്രി പഠിച്ചിരുന്ന സമയത്തും ഇതുപോലെ ധരിച്ചിട്ട് കുട്ടികൾ വന്നിട്ടില്ലേ, ശിരോവസ്ത്രം ധരിച്ചിട്ട്? യൂണിഫോമുള്ള ഒരു സ്കൂളിലും ഒരു കോളേജിലും ഉണ്ടായിട്ടില്ല. അത് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റൈറ്റ്സിൻ്റെ കാര്യം ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതാണ് ആർട്ടിക്കിൾ 19 എന്ന് പറഞ്ഞിട്ട്. അത് കോടതിയോട് അല്ല, കോടതിയെ ചോദ്യം ചെയ്തോളൂ. മീഡിയ വണ്ണല്ലേ, കോടതിയല്ല, ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്യും. എർദോഗനെ വരെ സപ്പോർട്ട് ചെയ്തോളൂ.